എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. Temperance energy, Page of Swords energy, Knight of Wands energy, Strength card, Ace of Wands, Nine of Swords energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ടെമ്പറൻസ് ആൻഡ് ഏസ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു ലൈഫിലൊരു കംപ്ലീഷൻ ഫേസ് കാണിക്കുന്നുണ്ട്. ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് പുതിയൊരു ഫേസിലേക്ക് കടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ച സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ആയി ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ, എന്നാൽ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഏത് ഇതിലേക്കാണ് നിങ്ങൾ അടുത്ത ചുവട് വയ്ക്കുമ്പോൾ അടുത്ത ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാവാം. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ജോലി രാജിവെക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജോലിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാവാം. അപ്പോൾ ഒന്നുകിൽ ജോലി രാജിവെക്കാൻ നിങ്ങൾ വിദ്യാഭ്യാസം പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർ പഠനത്തിലേക്ക് തിരിച്ചു പോകുന്നതാവാം. അപ്പോൾ തിരിച്ച് ഒരു വിദ്യാർത്ഥിയായി മാറുന്ന എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നെക്സ്റ്റ് ഫേസിൽ ഇനി ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ചിന്തിക്കുന്ന ഷോർട്ട് കട്ട്സ്, ചില ആളുകൾ ചില ഷോർട്ട് കട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്. അത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിലായിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് നിങ്ങൾ ഇതിൽ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ കുറുക്കു വഴി അത് ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന സമയം അത് ഒഴിവാക്കുക. കാരണം നേരായിട്ടുള്ള വഴിയാണ് ശരിയായിട്ടുള്ള വഴി കാണിക്കുന്നത്. ഒരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കാണിക്കുന്നത്. ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്നത്, അതായത് ഒരു ബാലൻസോടുകൂടി ലൈഫ് നമ്മൾ പറയുന്നത് എല്ലാവരിലും ഒരു പോസിറ്റീവ് സൈഡും നിങ്ങളുടെ സെൽഫും ഉണ്ട്, നിങ്ങളുടെ ഷാഡോ സെൽഫുണ്ട്. സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിക്കുന്ന ഈവൻ നമ്മൾ പുറത്ത് കാണിക്കുന്ന എനർജി. നമ്മുടെ ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ടുള്ള നമ്മളെന്ന് പറയുന്നത് വളരെ അടുത്ത ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. ആ ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഏത് ഭാഗമാണോ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ സെൽഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത നമ്മളുടെ ചില സ്വഭാവ രീതികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, നമ്മുടെ ഇഷ്ടപ്പെടാത്ത നമ്മളുടെ തന്നെ ഒരു ഭാഗം. അപ്പോൾ നമ്മളൊരിക്കലും അത് മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷേ അത് കാണിക്കണം എന്നുള്ളതല്ല, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്, ആ ഒരു ഇത് നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരിലേക്ക് കാണിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ സ്വീകരിക്കുക, ഇതാണ് ഞാൻ. അത് സ്വീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ സെൽഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറാൻ പറ്റുന്നുള്ളൂ. അത് മറ്റുള്ളവരിലേക്ക് പറയേണ്ടതല്ല, നിങ്ങളത് ആദ്യം സ്വീകരിക്കുക. ഇത് ഞാനാണ്, ഇതും ഞാൻ തന്നെയാണ് എന്നുള്ളത് സ്വീകരിച്ച് അതിൽ മാറ്റം വരുത്തുക. അപ്പോൾ അതിനുള്ളൊരു സമയം, ഒരു സെൽഫ് റിയലൈസേഷൻ അതിൻ്റെ ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് സോർഡ്സ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെയധികം ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അത് നിങ്ങൾ കുറവുള്ള കാരണം കുറച്ച് ആത്മീയമായിട്ടുള്ള ഇൻഡ്യൂഷൻ കുറവായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും. അപ്പോൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ, അതായത് നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ചില വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ആളുകൾ നിങ്ങളെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ വേണ്ടാത്ത വഴികളിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു, കുറുക്കു വഴികളിലൂടെ പണം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അത് ലീഗലായിട്ടുള്ളതും ലീഗലി ഏത് തരത്തിലും ശരിയായിട്ടല്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. പക്ഷെ അതിന് നല്ലൊരു സ്ട്രെങ്ത് ആണ്. ഈ പറയുന്ന വ്യക്തികൾ ഒരു പക്ഷെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ അടുത്ത് പരിചയപ്പെടുന്ന വ്യക്തി ആളുകളെ നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ നല്ലൊരു അപാരമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും മനോധൈര്യവും ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടുപോകാതിരിക്കാൻ.
ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള കുട്ടികളോ ആരെങ്കിലും ആയിരിക്കാം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. അതിന് ഈ പറഞ്ഞ പോലെ ക്യാഷ് അവരായിട്ട് നല്ല രീതിയിലൊരു കണക്ഷൻ സ്ഥാപിക്കുക. ഇതൊക്കെ ഹെൽപ്ഫുൾ ആവും കുടുംബത്തിൽ. കുട്ടികളുടെ ആ സിറ്റുവേഷൻ ആണെങ്കിൽ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും അവരായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. പേജ് ഓഫ് സോട്സ് ആൻഡ് 9 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള വിഷാദ രോഗം, നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ വിഷാദ രോഗവും കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുക, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൈൻഡ് സെറ്റ് ആവാം. വിഷാദ രോഗത്തിലേക്ക് പോയി എന്നുള്ളതാവില്ല. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് പിന്നീട് വലിയൊരു മെൻ്റൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കൗൺസിലറെ സന്ദർശിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു കാര്യം, ഇപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സങ്കടം, വിഷമത്തിലിരിക്കുന്ന സിറ്റുവേഷനാണ് എന്നുള്ളത്. രാത്രി ഉറക്കമില്ല, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു പ്രണയം എവിടെയോ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുമിച്ച് ജീവിച്ചാൽ ഉള്ള അത്രയും പെയിൻ വേറിട്ട് നിൽക്കുമ്പോൾ ലഭിക്കുന്നുണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. കാരണം ഇപ്പോൾ നമ്മൾ പറയില്ലേ, മുറിവ് അത് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ വേദനയായിരിക്കും, അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് എല്ലാം മാറും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടാകും. പക്ഷെ അതിനുശേഷം ലൈഫ് മുന്നോട്ടേക്ക് പോവുകയാണ്. പതുക്കെ പതുക്കെ നിങ്ങൾ ലൈഫിൽ സെറ്റിലാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ഇതൊരു പ്രത്യേക വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങൾ ഓൾറെഡി റീഡിങ് എടുത്തതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവോഴ്സ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് കൂടിയിട്ടായിട്ട് കാണാം. എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് ഫോൺസ് ആൻഡ് ഏസ് ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ഒത്തിരി ഈ ഒരു സമയം ഈ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ പെർസ്യൂയിങ് യുവർ ഡ്രീമാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. പേഴ്സണൽ ലൈഫിലുള്ള മാറ്റങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ സ്വയം നിങ്ങളുടെ ജീവിതം സെൽഫ് സബോട്ടേജ് ചെയ്യാതിരിക്കുക, ഒരു സെൽഫ് അവെയർനെസ്സോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ വർക്ക് എന്താണോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കരിയറിൽ മുന്നേറാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇൻസ്പയർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ മനോധൈര്യം കൈവിടാതിരിക്കുക. പല കാര്യങ്ങളിലും മനോധൈര്യം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഇന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്ന്, പേഴ്സണൽ അല്ല പ്രൊഫഷണൽ ലൈഫിൽ. അപ്പോൾ വിദ്യാഭ്യാസ കാര്യമായിരിക്കാം വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ, കരിയറിൽ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ സമയമാണ്. കാരണം പല ആളുകളും പ്രമോഷൻ, ശമ്പള വർധനവ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു മാസമായിരിക്കും കാണിക്കുക. അതേപോലെ ഗവൺമെൻറ് ജോലി, അതിനുള്ളൊരു സാധ്യത കാണിക്കും. എക്സ്പെക്ട് മിറാക്കിൾസ് എന്നുള്ള എനർജിയാണ് ഇവിടെ. കാരണം കരിയറിൽ പ്രത്യേകിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഇത്ര ഒരു ലെവല് ഉയർച്ചയായിരിക്കും, പക്ഷെ അതിനേക്കാളൊക്കെ ഒരു പടി, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചധികം തന്നെ മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. കാരണം ആഗ്രഹസബലീകരണത്തിൻ്റെ ഒരു സമയമാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം ഒരേ സമയം നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിലുണ്ട്. പക്ഷേ കരിയറിൽ ഒത്തിരി ഉന്നമനം ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് എന്നുള്ളത്. അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് ആ ഒരു പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാം. നിങ്ങൾ ദൈവത്തിലോ പ്രപഞ്ചശക്തി ഏത് രീതിയിലാണോ ആ ഒരു ക്രിയേച്ചറിനെ കാണുന്നത്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിനെ കാണുന്നത്, ആ ഒരു രീതിയിൽ നന്ദി പറഞ്ഞ് മുന്നോട്ടേക്ക് പോവാം. ഈ കരിയറിലുണ്ടാകുന്ന ഉന്നമനം ആഘോഷിക്കാതിരിക്കരുത്. അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റ് തുറകളിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാം. അത് നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ സിറ്റുവേഷൻസ് ഒന്ന് മറികടക്കാൻ. പിന്നെ ചില ആളുകൾക്ക് ഇത് ഡിവോഴ്സ് സിറ്റുവേഷൻ ആയിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആ സിറ്റുവേഷൻസ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും.
അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡാണ് ഏറ്റവും പ്രധാനം ആയിട്ടുള്ള കാര്യം ഇവിടെ എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.